കാർത്തിക് എറണാകുളത്താണ് വീട്, തൃപ്പൂണിത്തുറ അവിടെ വർക്ക് ചെയ്യുന്നു. ഐഡിയ സെൻ്റർ. എൻ്റെ പേര് അതുൽ, തൃപ്പൂണിത്തുറ തന്നെയാണ് വീട്. ഞാനൊരു അഡ്വർടൈസിങ് ഫേമിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ജോസഫ്, ബേസിക്കലി ട്രാൻഡത്ത് നിന്നാണ്. ഇവിടെ നെട്ടൂർ താമസിക്കുന്നു. ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സാണ്. ജോസഫ്. ഞാൻ സജീർ, ഞാൻ അഡ്വക്കേറ്റ് ആണ്. നെട്ടൂർ താമസിക്കുന്നു. എയർഫോഴ്സ് ഉണ്ട്, വക്കീലുണ്ട്, എല്ലാ ഫീൽഡും ഉണ്ട്. 2 ബിസിനസ്സുകാരുണ്ട്. അനീഷ് കൊട്ടിയൂർ, കണ്ണൂർ കൊട്ടിയൂരാണ്. എറണാകുളത്ത് ബയോമെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യും. കെട്ടൂലാതെ തീരുമാനിച്ചുള്ളി വേറെ വീട്ടിൽ ഇറങ്ങി യാത്രക്ക് വേണ്ടി. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്നു. കാർപ്പൻ്റർ. നമുക്ക് 3 പേരാണ് നമ്മുടെ ഒപ്പം വന്നിരിക്കുന്നത്. അവര് രഞ്ജിത്തും മണി, ഒരു 3 പേരാണ് നമ്മളെ സാരഥികൾ. അനിൽ, എടപ്പള്ളിയിലാണ് വീട്. എടപ്പള്ളി തന്നെ വർക്ക് ചെയ്യും. എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ഓട്ടോക്കാണ്. ഞാൻ മധു, തൃശ്ശൂരുകാരനാണ്. സംസാരം കേട്ടാൽ അറിയാം. ഒരു 8 വർഷമായിട്ട് എറണാകുളത്ത് HDFC ബാങ്കിൽ വർക്ക് ചെയ്യണം. ഇത് തന്നെയാണ് നമ്മുടെ പണി അല്ലേ? ബാങ്ക് ജോലി വിടണമെന്ന് ആഗ്രഹമുണ്ട്. ലോൺ എടുത്ത് വെച്ച കാരണം ഭാവിയില് എന്നാണ് ഒരു ഫ്രണ്ട് പറഞ്ഞു, പട്ടിണി കിടക്കാൻ 40,000 രൂപ വേണമെന്ന്. സീരിയസ്ലി, അതായത് എല്ലാ ലോണുകളും അതും ഇതും കുട്ടിയുടെ വിദ്യാഭ്യാസം ബാക്കി എല്ലാം ആക്കുമ്പോൾ പട്ടിണി കിടക്കണം 40,000 രൂപ. അതാണ് സ്ഥിതി. ഞാൻ നിഖിൽ, HDFC ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്. ഒരുമിച്ചാണ്. കുറ്റിപ്പുറം. രണ്ട് ആള് തൃശ്ശൂർ, ഞാൻ എറണാകുളം. ഒരാൾ ബ്രാഞ്ചിലാണ്, ഒരാൾ ഓപ്പറേഷൻ. ഞാൻ മനോജ് രവീന്ദ്രൻ, ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയുടെ എറണാകുളത്ത്. ഒറ്റക്കുള്ളു, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റക്ക് പണിയെടുക്കുന്നു. ചെയ്യാൻ പറ്റില്ല, ആളുടെ കഷ്ടമാണ്. വീട്ടിലിരുന്ന് പണിയെടുത്തു. മനോജ് പോകുന്ന സ്ഥലമൊക്കെ കമ്പനിയാണ്. അതെ, മൊബൈൽ കമ്പനിയാണ്. ഇവിടെ അസൂയക്കാരങ്ങനെ പലതും പറയും. പിന്നെ നിരക്ഷരനാണ്, അതുകൂടി പറയും. അക്ഷരാഭ്യാസം കുറവാണ്. കുറെ യാത്രകൾ എഴുതിയിട്ടുണ്ട്, ഓൺലൈനിൽ വായിക്കാം. ഇപ്പോൾ ഒരു പുസ്തകം എടുത്ത് പബ്ലിഷ് ചെയ്യും, അത് രഹസ്യമാണ്. അതെടുത്ത് വരും. പിന്നെ അതിപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ നല്ല പോകുന്ന ഇതും കൂടി വീഡിയോ കൂടി ബുക്കിൽ കൂടെ കാണുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള സംഭവം. ആപ്പ് മൊബൈൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് കാണുന്നു. ഇത് മുസ്രീസിൻ്റെ പറ്റിയുള്ളതാണ്. ഈ ബുക്കാണോ സാർ? അല്ല, ബുക്കല്ല, നോർമൽ ബുക്ക് തന്നെ. അതിലെ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ മൊബൈലിൽ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോഗ്രാഫിൻ്റെ വീഡിയോ യൂട്യൂബിലേക്ക് പോലെ യൂട്യൂബായിട്ടാണ് ലിങ്ക് ചെയ്തിരുന്നത്. പിന്നെ അതിൻ്റെ അഡീഷണൽ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ റെഫർ ചെയ്ത ബുക്സ് അതിനകത്തേക്കെല്ലാം ഡയറക്റ്റ് പോകും. അങ്ങനത്തെ ബുക്സ് നിലവിൽ ഇന്ത്യയിലങ്ങ് ഇറങ്ങിയിട്ടില്ല. വെളിയിൽ തന്നെ ഒരു 5-6 ഇറങ്ങിയിട്ടുള്ളൂ. ട്രാവലോഗ് എന്നുള്ള നിലയ്ക്ക് മിക്കവാറും ആദ്യത്തെ ബുക്കായിരിക്കും ഉള്ളത്. അപ്പോൾ അത് നമ്മളെല്ലാവരും നമുക്ക് പിന്നെ ഇനാഗുറേഷൻ കഴിഞ്ഞില്ല. അപ്പോൾ മറ്റേ പുസ്തകത്തിന് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അധികം ചിലവൊന്നും വേറെ വരുന്നില്ല. നോർമൽ ബുക്കിൻ്റെതല്ല. പക്ഷെ പുസ്തകം എല്ലാവരും ലോണൊക്കെ എടുത്ത് മേടിക്കണം. അതിന് HDFC ബാങ്ക് ലോണ് കൊടുക്കുന്നത്. കേൾക്കുന്നില്ല. അതിനെ വില പറഞ്ഞ ഞെട്ടും, അതുകൊണ്ടാണ്. പുസ്തകം അത് ഒരു 300 പേജുള്ള ബുക്ക് അങ്ങനത്തെ അതിന് വരുന്നത് 3 times ആണ് എൻ്റെ വില വരിക. ഒരു 900 rupees വരും. അപ്പൊ നമ്മള് 500 പേര് ചേർന്ന് ഒരെണ്ണം മേടിച്ചു. എല്ലാവരും കൂടി ഒരെണ്ണം മേടിച്ചു. അത് പ്രകാശനം ചെയ്യുമ്പോൾ വിളിച്ചാൽ മതി. ഓതേഴ്സ് കോപ്പി ഒരെണ്ണം തരുള്ളതാണ് അവർ പറയുന്നത്. 1000 രൂപ അവർക്ക് പോയില്ല. കുറെ വെബ്സൈറ്റ് ഉണ്ട്, നിരക്ഷരൻ.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. സാറണല്ലേ നിരക്ഷരൻ? അത് കഴിഞ്ഞ തവണ കുറച്ച് യാത്രകൾ എഴുതുന്ന വേറൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ട്രിപ്പില്. അപ്പൊ സുജിത്ത്, അവൻ നിരക്ഷരന്റെ കുറെ യാത്രകളൊക്കെ വായിച്ചിട്ടാണ് ആള് യാത്ര എഴുതി തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരം വരെ ഒരുമിച്ച് കിടന്നു.
അത് കഴിഞ്ഞ് ലാസ്റ്റാണ് ഈ സംഭവം അറിഞ്ഞത്. ഇതേപോലെ ഇൻട്രഡക്ഷൻ ഒക്കെ തപ്പഴാണ് ഇങ്ങനെയാണല്ലേ നിരക്ഷരൻ വായിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബാഗിൽ ഇൻട്രൊഡക്ഷൻ ഞാനും വായിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ബുക്ക് ചെലവായി? 30 ബുക്ക് ചെലവായി. ഗുണുണ്ട്. അങ്ങനെ അപ്പൊ എന്തായാലും പബ്ലിഷ് ചെയ്യുമ്പോൾ അറിയിക്കുക. മാക്സിമം വരാൻ നോക്കാം ഡേറ്റില്. അടുത്ത് തൃശ്ശൂർ വെച്ചായിരിക്കും. തൃശ്ശൂരാണെങ്കിൽ കുഴപ്പമില്ല. തൃശ്ശൂർ എൻ്റെ വീട് വെറുതെ കിടക്കുകയാണ്. ഒരു 100 പേർക്ക് വരെ നമുക്ക് സെറ്റപ്പ് ഞാൻ ചെയ്തുതരാം. അതിനും വീടെന്നാണ് പറഞ്ഞത്. അല്ല, അതിനും വീടെന്നാണ് പറഞ്ഞത്. അവിടെ വെറുതെ കിടക്കണ്ടേ. ഞാനിപ്പോ ഗസ്റ്റ് ഹൗസ് പോലെയാണ്, വല്ലപ്പോഴേ പോകുള്ളൂ. അതുകൊണ്ട് തൃശ്ശൂർ മണ്ണത്തി കറക്റ്റ് അഡ്രസ് ഒന്നും പറയണ്ട. 8 കിലോമീറ്റർ NH ന്നാണ് ഒരു 1.5 കിലോമീറ്റർ NH ഹൈവേ. കൊഴുക്കുള്ളി എന്ന് പറയും. നടത്തറ വെറ്റിനറി കോളേജിന്റെ അവിടെ 1.5 കിലോമീറ്റർ ബാക്കിലേക്ക്. നമ്മള് പിന്നെ ഹോം സ്റ്റേ പോലെ വല്ലപ്പോഴേ പോകുള്ളൂ. ബാക്കിയൊക്കെ എല്ലാ ദിവസവും ഇവിടെയാണ്. ഇപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പറയാം. തൃശ്ശൂര് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ സംശയം കല്ലടയുടെ കല്യാണി മാറിന്റെ അടുത്താണോ? ഞാൻ പറയട്ടെ. ഞാൻ നാരായണസ്വാമി, പാലക്കാട്ട് നിന്നാണ് വരുന്നത്. അനിമൽ ഹസ്ബൻഡറിയിൽ വർക്ക് ചെയ്യുന്നു. അനിമൽ ഹസ്ബൻഡറി വെറ്റിനറിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ട്രക്കിങ്ങൊക്കെ അത്യാവശ്യം പോകാറുണ്ട്. ഈ ടീമിൻ്റെ കൂടെ ആദ്യമായിട്ടാണ്. അത് നല്ലൊരു ടീമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചത് കുളി കഴിഞ്ഞിട്ട് പാലക്കാട് വെറ്റിനറിയില്ല, അവിടെ സ്കാനിങ് മെഷീൻ ഉണ്ടോ? എന്തായാലും ഇവരെ കൊണ്ട് അടുത്തൊരു ട്രിപ്പ് നമ്മൾ അവിടേക്ക് പാലക്കാടേക്ക് ഇഡ്ഡലി കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പൊ അടുത്ത ട്രിപ്പിന്റെ ഒരു കേസ് നിങ്ങൾ അന്വേഷിച്ച് നമ്മൾ ശരിയാക്കി തരാം. കാരണം നമ്മള് കൂടുതലായിട്ടും പാലക്കാടിൽ ഇതുപോലെ കുറേ സ്പോട്ടുകളുണ്ട്. നല്ലതൊരെണ്ണം സാധാരണ പോകാറുള്ള അതന്നെ ആ രീതിയിൽ നമുക്ക് ചെയ്യാം, പ്ലാൻ ചെയ്യാം. സ്ഥലങ്ങളുണ്ട്, നല്ല സ്ഥലങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ നമുക്ക് തരപ്പെടുത്താം. എന്തായാലും നോക്കട്ടെ. എൻ്റെ പേര് ശ്രീകാന്ത്. ഞാൻ പട്ടാമ്പിന്ന് വരുന്നു. ഞാനുണ്ട്. ഞാൻ എറണാകുളത്ത് ജസ്റ്റ് ഡയൽ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ട്രക്കിംഗ് പറഞ്ഞ ചെറിയൊരു ടീമായിട്ട് നല്ല ഇത്ര വലിയ ടീമിൻ്റെ കൂടെ ആദ്യമായിട്ടാണ്. നല്ല തുടക്കമായിരിക്കുന്നു. ഇല്ല ഇല്ല, ഞാൻ അടുത്താറ് നിലമ്പൂരുണ്ടായിരുന്നു. ചെറിയ ഗ്രൂപ്പാണ് വലുതല്ല. എൻ്റെ പേര് വരുൺ. എൻ്റെയും സ്വദേശം കണ്ണൂരാണ്. ഇവരുടെ കൂടെ സ്ഥിരമായിട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. നടുക്കുള്ള ക്യാമറമാൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി കുറച്ച് നടന്നാൽ നമുക്ക് അടുത്ത സ്പോട്ട് വരും. അവിടെ നമ്മുടെ ഫുഡ്